हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम. ബ്രഹ്മസൂത്രത്തിലെ നാലാമത്തെ സൂത്രത്തിൻ്റെ ഭാഷ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. യത് പുനരുക്തം ശ്രവണാത് പരാചീനയോഹോ മനനനിധിധ്യാസനയോഹോ ദർശനാത് വിധിശേഷത്വം ബ്രഹ്മണഃ ന സ്വരൂപ പര്യവസായിത്വം ഇതി. യത് പുനരുക്തം, ഇങ്ങനെയും വാദിക്കുന്നു. എന്ത് വാദിക്കുന്നു? ശ്രവണാത് പരാചീനയോഹോ മനന നിധിധ്യാസനയോഹോ. മനനമും നിധിധ്യാസനവും ശ്രവണം കഴിഞ്ഞ് വരുന്നതുകൊണ്ട്, ശ്രവണത്തിൻ്റെ അധീനമായതുകൊണ്ട് ദർശനാത് വിധിശേഷത്വം ബ്രഹ്മണഃ, അത് ബ്രഹ്മൻ്റെ ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മൻ്റെ തിരിച്ചറിവ് കൊണ്ടോ അല്ല ശ്രവണം അവസാനിക്കുന്നത്. കാരണം ശ്രവണം കഴിഞ്ഞ് മനനം നിധിധ്യാസനം വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം കഴിഞ്ഞ ഉടനെ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മൻ്റെ തിരിച്ചറിവ് അല്ല വരുന്നത് എന്ന് നമ്മൾ വാദിച്ചാൽ, അങ്ങനെ ഒരു വാദം, അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദർശനാത് വിധിശേഷത്വം ബ്രഹ്മണഃ, അപ്പോൾ അതുകൊണ്ട് വിധിശേഷത്വമാണ് ബ്രഹ്മൻ. കാരണം ബ്രഹ്മ വിധിൻ്റെ ഒരു വേദത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ സഹായകമായി അനുബന്ധമായി ആണ് ബ്രഹ്മൻ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ വരും. ന സ്വരൂപ പര്യവസായിത്വം, സ്വരൂപ, അതായത് ബ്രഹ്മൻ്റെ സ്വരൂപം പര്യവസായിത്വം, അതിനെ മനസ്സിലാക്കുന്നതിലല്ല അവസാനിക്കുന്നത്, അതിനെ തിരിച്ചറിയുന്നതിലല്ല അവസാനിക്കുന്നത് എന്ന് പറയാം. ഇതി, അങ്ങനെ പറഞ്ഞാൽ തദ്ന, അതല്ല. അപ്പോൾ ശ്രവണം കഴിഞ്ഞ് മനനം നിധിധ്യാസനത്തിലൂടെ, ഈ ശ്രവണം ശരിക്കും മനനം നിധിധ്യാസത്തിലാണ് പോയി ചേരുന്നത്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് നമ്മൾ ബ്രഹ്മനെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അതല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ശ്രവണവത് അവഗത്യർത്ഥത്വാത് മനന നിധിധ്യാസനയോഹോ, ശ്രവണം പോലെ തന്നെയാണ് മനനവും നിധിധ്യാസനവും. അവഗതി അർത്ഥത്വാത്, തിരിച്ചറിയുന്നതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തിനെ തിരിച്ചറിയുന്നത്? നമ്മുടെ സ്വരൂപമായ ബ്രഹ്മനെ തിരിച്ചറിയുന്നതാണ്. ശ്രവണത്തിന് എങ്ങനെയാണോ ബ്രഹ്മനെ തിരിച്ചറിയുന്നത് ഉദ്ദേശം, അതുപോലെ തന്നെയാണ് മനനം നിധിധ്യാസനവും. അതിൻ്റെ ഉദ്ദേശം ബ്രഹ്മനെ അറിയുന്നത് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മനെ അറിയുന്നത് തന്നെയാണ് മനനം നിധിധ്യാസനം ഇതിൻ്റെ ഉദ്ദേശവും. യദി ഹി അവഗതം ബ്രഹ്മ അന്യത്ര വിനിയുജ്യേത ഭവേത് തഥാ വിധിശേഷത്വം. ഇപ്പോൾ യദി ഹി അവഗതം ബ്രഹ്മ അന്യത്ര വിനിയുജ്യേത,
ഈ ബ്രഹ്മനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്രഹ്മൻ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബ്രഹ്മനെ അറിഞ്ഞു പിന്നെ ബ്രഹ്മൻ വേറെ ഒരു കർമ്മത്തിനാണ് ഉപയോഗിക്കുന്നത്, ബ്രഹ്മനെ തിരിച്ചറിഞ്ഞിട്ട് ആ ബ്രഹ്മൻ വേറെ ഒരു കർമ്മത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, അപ്പോൾ അത് വിധിശേഷത്വം ഭവേത്. തഥാ അപ്പോൾ തഥാ വിധിശേഷത്വം ഭവേത്. അപ്പോൾ ബ്രഹ്മൻ ഒരു കർമ്മത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ സഹായകമോ അനുബന്ധമോ ആകുമായിരുന്നു. അതായത് അത് ഒരു കർമ്മനിർദ്ദേശത്തിൻ്റെ, വേദത്തിൽ കാണുന്ന കർമ്മനിർദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് ബ്രഹ്മനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ബ്രഹ്മൻ ഒരിക്കലും വേറെ ഒരു കർമ്മത്തിൻ്റെ ഭാഗമാകുന്നില്ല. ബ്രഹ്മനെ തിരിച്ചറിയുന്നത് തന്നെയാണ് അവിടെ പ്രധാനം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് ശാസ്ത്രം പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ബ്രഹ്മനെ തിരിച്ചറിയണം എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ബ്രഹ്മനെ തിരിച്ചറിയുന്നത് ആണ് അവസാന കാര്യം. അതാണ് പരമാവസ്ഥ. അത് കഴിഞ്ഞിട്ട് അങ്ങൊന്നും ചെയ്യാനില്ല. ബ്രഹ്മനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ഒന്നും തന്നെ ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. യദിഹി അവഗതം ബ്രഹ്മ അന്യത്ര വിനിയുജ്യത. അങ്ങനെ ബ്രഹ്മനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്രഹ്മനെ വേറെ എവിടെയെങ്കിലും ഒരു കർമ്മത്തിലോ വേറെ എന്തെങ്കിലും ഒന്നിലോ ബ്രഹ്മൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ, അപ്പോൾ വിധിശേഷത്വം. അപ്പോൾ ബ്രഹ്മൻ ഒരു കർമ്മത്തിൻ്റെ ഭാഗം ആയിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. നതു തദസ്തി, അങ്ങനെ സംഭവിക്കുന്നില്ല. നതു തദസ്തി, അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. മനന നിധിധ്യാസനയോരപി ശ്രവണവത് അവഗത്യർത്ഥത്വാത്. കാരണം മനനം നിധിധ്യാസനം ഇത് രണ്ടിനും തന്നെ ശ്രവണം പോലെ അവഗതിയർത്ഥത്വാത്, അതിന് ബ്രഹ്മനെ തിരിച്ച് അറിയുന്നതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ പറയുന്നു തസ്മാത്, അതിനാൽ ന പ്രതിപത്തി വിധി വിഷയതയാ ശാസ്ത്രപ്രമാണകത്വം ബ്രഹ്മണഃ സംഭവതി ഇത്യതഃ സ്വതന്ത്രമേവ ബ്രഹ്മ ശാസ്ത്രപ്രമാണകം വേദാന്തവാക്യ സമന്വയാത് ഇതി സിദ്ധം. അതുകൊണ്ട് ന പ്രതിപത്തി വിധി വിഷയതയാ, പ്രതിപത്തി എന്ന് വെച്ചാൽ ധ്യാനം, വിധി എന്ന് വെച്ചാൽ നിർദ്ദേശം, വിഷയതയ അതിൻ്റെ വിഷയം. അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ വിഷയമാകുന്നില്ല. ന ശാസ്ത്രപ്രമാണകത്വം, ബ്രഹ്മൻ്റെ പ്രമാണം, ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണം അത് ശാസ്ത്രമാണ് എന്നുള്ളത്. ശാസ്ത്രം ബ്രഹ്മൻ ഒരു ധ്യാന നിർദ്ദേശത്തിൻ്റെ വിഷയം ആയതുകൊണ്ടൊന്നുമല്ല. ബ്രഹ്മണഃ സംഭവതി ന സംഭവതി, ധ്യാനത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ, അതായത് വേദങ്ങളിൽ കാണുന്ന ധ്യാനം ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ വിഷയമായതുകൊണ്ടൊന്നല്ല ബ്രഹ്മന് പ്രമാണമായി ശാസ്ത്രം ഉള്ളത്. ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണമായി ശാസ്ത്രമുള്ളത് അത് വേദനിർദ്ദേശം, ധ്യാനം, ബ്രഹ്മൻ്റെ ധ്യാനം ചെയ്യാൻ
വേദനിർദ്ദേശത്തിൻ്റെ വിഷയമായി ബ്രഹ്മനായതുകൊണ്ട് അല്ല. ഇത്യതഃ സ്വതന്ത്രമേവ ബ്രഹ്മ ശാസ്ത്രപ്രമാണകം. പക്ഷേ ബ്രഹ്മൻ സ്വതന്ത്രമായി തന്നെ, അതായത് ബ്രഹ്മൻ തന്നെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ബ്രഹ്മൻ്റെ അറിവ് തന്നെ ശാസ്ത്രപ്രമാണകം. ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണം തന്നെ ശാസ്ത്രമാണ്. അതൊരു വിധിയുടെ വിഷയം ബ്രഹ്മനായതുകൊണ്ടല്ല. ഒരു വിധി എന്ന് വെച്ചാൽ വേദനിർദ്ദേശം ധ്യാനത്തിനു വേണ്ടി വേദനിർദ്ദേശത്തിൻ്റെ പ്രമാണം ആയതുകൊണ്ട്, ബ്രഹ്മൻ പ്രമാണമായതുകൊണ്ടല്ല അത് അതിൻ്റെ അറിവിൻ്റെ പ്രമാണം ശാസ്ത്രമാവുന്നത്. അതായത് ബ്രഹ്മൻ വേദത്തിലെ വരുന്ന ധ്യാന നിർദ്ദേശത്തിൻ്റെ വിഷയമായതുകൊണ്ടല്ല ബ്രഹ്മൻ്റെ അറിവിൻ്റെ പ്രമാണം ശാസ്ത്രമാവുന്നത്. ബ്രഹ്മൻ്റെ അറിവ്, ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണം അത് എപ്പോഴും ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ? വേദാന്തവാക്യ സമന്വയാത് ഇതി സിദ്ധം. കാരണം വേദാന്തവാക്യം, വേദാന്തം എന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ അന്തമായ, വേദത്തിൻ്റെ അവസാനത്തിലുള്ള, അതായത് ഉപനിഷത്സ്. അപ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളുടെ എല്ലാ വാക്യങ്ങളുടെയും ഉദ്ദേശം ഇത് തന്നെയാണ്, എല്ലാ വാക്യങ്ങളുടെയും അർത്ഥം ഇത് തന്നെയാണ്. ഇതി സിദ്ധം എന്നുള്ളത് നമ്മളിവിടെ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ മനനം, ശ്രവണം, മനനം, നിധിധ്യാസനം ഇതൊരു ക്രമത്തിലാണ് പൊതുവെ കാണുന്നത്. ആദ്യം ശ്രവണം, പിന്നെ മനനം, നിധിധ്യാസനം. പക്ഷേ പൊതുവെ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ ഒരു വിഷയം ചെയ്ത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയം ആദ്യം ചെയ്യുന്ന കർമ്മം അതിനെ ആശ്രയിച്ചാണ് പിന്നീട് വരുന്ന കർമ്മം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാചകം, എന്തെങ്കിലും ഒരു വിഷയം പാചകം ചെയ്യണമെങ്കിൽ ആദ്യം അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിയിട്ട് അത് പാചകം ചെയ്യണം. അപ്പോൾ അടുപ്പ് കത്തിക്കുന്നത് ആദ്യത്തെ ഘട്ടമാണ്. പിന്നെ പച്ചക്കറി വേവിക്കുന്നതും അത് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പച്ചക്കറി അരിയുന്നതും ഇതൊക്കെ ആദ്യത്തെ ഘട്ടം. പിന്നെ അടുപ്പ് കത്തിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം. അങ്ങനെ അപ്പോൾ ഇതിൽ ഒരു ക്രമമുണ്ട്, ആദ്യം പിന്നെ എന്ന്. അപ്പോൾ ശ്രവണ മനന നിധിധ്യാസനം അങ്ങനെ ആയിക്കൂടെ? ശ്രവണത്തിലൂടെ ബ്രഹ്മനെ തിരിച്ചറിഞ്ഞു, പിന്നെ അതുകൊണ്ടാണ് നിധിധ്യാസനം ചെയ്യേണ്ടത്. അപ്പോൾ ഈ തിരിച്ചറിഞ്ഞ ബ്രഹ്മനാണ് നിധിധ്യാസനത്തിന് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. കാരണം ശ്രവണം, മനനം, നിധിധ്യാസനം ഒരു ക്രമത്തിൽ പറഞ്ഞാലും അതിൻ്റെ ഒക്കെ തന്നെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ശ്രവണം കഴിഞ്ഞ് മനസ്സിലാക്കുന്ന ബ്രഹ്മൻ അല്ല മനനം. മനനത്തിൽ അതിൻ്റെ ഉപയോഗം വരില്ല. അതുപോലെ മനനം കഴിഞ്ഞ് മനസ്സിലാക്കുന്നത് വേറെ എന്തോ ആണ്, പിന്നെ നിധിധ്യാസനം വേറെ തന്നെ എന്തോ ആണെന്ന് അങ്ങനെയല്ല. മുഴുവനായി ഒരു സാധന വഴിയായാണ് കാണേണ്ടത് ശ്രവണം, മനനം, നിധിധ്യാസനത്തിന്. അപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസനം ഒരു സാധന വഴിയാകുന്നു. അതിൽ കാണുന്നതെല്ലാം ബ്രഹ്മൻ്റെ തിരിച്ചറിവ് തന്നെയാണ്, ബ്രഹ്മൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ശ്രവണത്തിലൂടെ ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ, ഇപ്പോൾ ഒരു ഗുരു പറയുന്നു തത്വമസി എന്ന്, അത് പറഞ്ഞ ഉടൻ തന്നെ ശിഷ്യന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള തിരിച്ചറിവുണ്ടായ, അപ്പോൾ പിന്നെ മനനം നിധിധ്യാസനം ചെയ്തില്ലല്ലോ, അപ്പോൾ എങ്ങനെ ഈ തിരിച്ചറിവ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രധാനം ബ്രഹ്മൻ്റെ ബോധമാണ്. ആ ബ്രഹ്മജ്ഞാനം കിട്ടി എന്ന് വെച്ചാൽ
അത് കഴിഞ്ഞ് ക്രമങ്ങളായി കാണുന്ന മനനം നിധിധ്യാസനം ചെയ്യണമെന്നും ആവശ്യമില്ല. ഇപ്പോൾ മനനം നിധിധ്യാസനം ചെയ്യാതെ ബ്രഹ്മജ്ഞാനം കിട്ടിയെങ്കിൽ അത് തെറ്റായ ബ്രഹ്മജ്ഞാനമാകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പൊതുവെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആദ്യം ഒരു കർമ്മം ഘട്ടങ്ങളിൽ കർമ്മം ചെയ്യുമ്പോൾ ആദ്യത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫലം, ആ ഫലം അവസാന ഘട്ടം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഫലം രണ്ടാമത്തെ ഘട്ടത്തിന് തുടക്കമായി മാറുന്നു എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ അങ്ങനെയാണ് ഒരു കർമ്മം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കാരണം ഇവിടെ ഉദ്ദേശം ബ്രഹ്മൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ അതാണ് അവസാനം. അതുകൊണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര പ്രമാണം, എന്തുകൊണ്ടാണ് ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്? കാരണം ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രമാണ്. ബ്രഹ്മൻ എന്നുള്ളത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ബ്രഹ്മനായതുകൊണ്ട് ബ്രഹ്മൻ അതിൻ്റെ പ്രമാണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരേ സ്ഥലം ഉപനിഷത്താണ്. വേറെ എവിടെയും അത്രയും വ്യക്തമായി ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് ബ്രഹ്മനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉപനിഷത്തുകളിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് ബ്രഹ്മൻ്റെ പ്രമാണമാവുന്നത്. വേറെ ഒരു കാര്യം കൊണ്ടൊന്നുമല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വേറെ ഒരു സ്ഥലത്തും നമ്മൾ ബ്രഹ്മനെ കുറിച്ച് അറിയുന്നില്ല. വ്യത്യസ്തമായ ഒരു കാര്യം, അതായത് മനസ്സ് ശരീരം ഒന്നുമല്ലാത്ത ഒരു വിഷയം, ഇന്ദ്രിയാതീതമായ വിഷയം എന്ന് നമ്മൾ ബ്രഹ്മനെ മനസ്സിലാക്കുന്നത് ഉപനിഷത്ത് കൂടെയാണ്. ഉപനിഷത്ത് വഴിയാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ ഒരു രീതിയിലും ബ്രഹ്മൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മൻ്റെ പ്രമാണം ശ്രുതിയാണ്, വേദമാണ്, ശാസ്ത്രമാണ്, വേറെ ഒന്നും തന്നെ അല്ല എന്നുള്ളത് ഇവിടെ ഉറപ്പാകുന്നു. അതല്ല, ബ്രഹ്മൻ ഒരു വിഷയത്തിന്, ഒരു ധ്യാനത്തിൻ്റെ വിഷയമാകുന്നു. ആ ധ്യാന വിഷയം ധ്യാനം നിർദ്ദേശിക്കുന്നത് ശാസ്ത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രമാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. അപ്പോൾ ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രമാണ്. കാരണം ബ്രഹ്മത്തിൻ്റെ ധ്യാനം വഴിയേ നമുക്ക് ബ്രഹ്മനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ബ്രഹ്മത്തിൻ്റെ ധ്യാനത്തിൻ്റെ നിർദ്ദേശം ശാസ്ത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബ്രഹ്മൻ്റെ പ്രമാണം സ്വതന്ത്രമായി തന്നെ ശാസ്ത്രമാണ്. ഒരു ധ്യാന നിർദ്ദേശത്തിനെയും ആശ്രയിക്കാതെ തന്നെ ബ്രഹ്മൻ്റെ പ്രമാണം ശാസ്ത്രമാണ്. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, വ്യത്യസ്തമായി ബ്രഹ്മൻ ഒന്നുണ്ട്, അതാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ എന്നുള്ളത് ശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഏവം ച സതി, അങ്ങനെയാണെങ്കിൽ അഥാതോ ബ്രഹ്മ ജിജ്ഞാസ, പിന്നീട് അതിനാൽ ബ്രഹ്മനെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്ന ആദ്യത്തെ ബ്രഹ്മസൂത്രം. ഇതി തദ്വിഷയ എന്ന് അതിനെക്കുറിച്ച് അതിനെ വിഷയമായ ആക്കിക്കൊണ്ട്, അതിനെ വിഷയമാക്കിയ, അതായത് അതെന്ന് പറയുമ്പോൾ ഇവിടെ ബ്രഹ്മൻ, പൃഥക് ശാസ്ത്ര ആരംഭ ഉപപദ്യത്തെ, അതിനെക്കുറിച്ച് വ്യത്യസ്തമായി തന്നെ ശാസ്ത്രം പഠിക്കുന്നത് ഇവിടെ യുക്തിപരമാകുന്നു. ഉപപദ്യത്തെ അത് യുക്തിപരമാകുന്നു. അപ്പോൾ ശാസ്ത്രം ഇവിടെ നമ്മൾ ബ്രഹ്മനെ അറിയണം എന്ന് പറഞ്ഞ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ശാസ്ത്ര അധ്യയനം ചെയ്യുന്നത് അതിവിടെ യുക്തിപരമാണ്. ഇപ്പോൾ
നാലാമത്തെ സൂത്രത്തിൻ്റെ വ്യാഖ്യാനം ഭഗവത് പാദ ശങ്കരാചാര്യ ദേവൻ കൊടുക്കുന്ന വ്യാഖ്യാനം അവസാനിക്കാൻ പോവാണ്. മിക്കവാറും നാളെ ഇത് അവസാനിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുവരെയും നമ്മൾ പഠിച്ച 4 സൂത്രങ്ങളുടെ ഒരു ചെറിയ ഒരു സാരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് നാളെ ഈ സൂത്രത്തിൻ്റെ അവസാനം വ്യാഖ്യാനം ആവും. വ്യാഖ്യാനം അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് ഈ സാരത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഉത്തരം വോയിസ് ക്ലിപ്പിൽ അയക്കണം. ചില ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം വോയിസ് ക്ലിപ്പിൽ അയച്ചാൽ ഇനി എല്ലാവർക്കും കുറേ വ്യക്തി ഇവിടെ ശാസ്ത്രങ്ങൾ വളരെ ഗഹനമായി അധ്യയനം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഈ ചോദ്യങ്ങൾ നിസ്സാരമായി തോന്നും. എന്നാലും അവരതിൻ്റെ ഉത്തരം മിക്കവാറും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും. ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളി. അപ്പോൾ വെള്ളിയാഴ്ച അത് അവസാനിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്. ഒന്നൊന്നായി ചോദിക്കുള്ളൂ. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം വോയിസ് ക്ലിപ്പിലൂടെ ഇട്ടെങ്കിൽ ഇത് നിസ്സാര ചോദ്യമാണ് എന്ന് വിചാരിക്കുന്നവർ പോലും അത് ഒന്ന് ഇടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇട്ടെങ്കിൽ എല്ലാ അംഗങ്ങളും, ഗ്രൂപ്പിലെ അംഗങ്ങളും അവർ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നതെന്നുള്ളത് വ്യക്തമാകും. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം അതിൽ നിന്ന് നമ്മൾ ഇതുവരെ എന്താണ് ഭഗവത് പാദ ശങ്കരാചാര്യ ദേവൻ്റെ വ്യാഖ്യാനത്തിലൂടെ 4 ബ്രഹ്മസൂത്രത്തിൻ്റെയും അർത്ഥം എന്താണ് മനസ്സിലാക്കിയതെന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനം, 4 സൂത്രങ്ങളുടെ വ്യാഖ്യാനം, ശങ്കരാചാര്യദേവൻ്റെ വ്യാഖ്യാനം നാളെ ഇവിടെ അവസാനിക്കും. ഈ 4 സൂത്രങ്ങളിനെ ആദ്യം പറഞ്ഞ പോലെ 4 സൂത്രങ്ങൾ മാത്രം ഗഹനമായി അധ്യയനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പാരമ്പര്യമായി തന്നെ അതിന് ചതുസൂത്രി എന്ന് പറയും. ഈ 4 സൂത്രങ്ങളും ബ്രഹ്മസൂത്രത്തിലെ വരുന്ന 4 അധ്യായങ്ങളുടെയും പ്രതീകങ്ങളാണ്, പ്രതിനിധിയായുള്ള സൂത്രങ്ങളാണ് എന്നാണ് വിശ്വാസം. പിന്നീട് അങ്ങോട്ട് നമ്മൾ 5-ാമത്തെ സൂത്രത്തിൽ നിന്ന് ഭഗവത് പാദ ശങ്കരാചാര്യ ദേവൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കും. ഈ ബ്രഹ്മസൂത്രം അധ്യയനം അത് ഇത്രയും ദിവസം കൊണ്ട് നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു. 2021 നല്ല രീതിയിൽ തന്നെ ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകും എന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് കുറേ സൂത്രങ്ങൾ 2021 അതിനെ നല്ലോണം ഗഹനമായി തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് പറയുന്ന കാര്യം, ഈ ബ്രഹ്മസൂത്ര സ്വാധ്യായ ഗ്രൂപ്പിലെ എല്ലാ വിഷയങ്ങളും ഗഹനമായി അധ്യയനം ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സിലെ എന്തെങ്കിലും ഒരു ചോദ്യം, സംശയം വന്നാൽ അത് ഉടനെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റായിട്ടോ ഇടണം. ഇട്ടാൽ പിന്നെ അത് എല്ലാവർക്കും വായിക്കാനും കേൾക്കാനും സൗകര്യമാകും. അങ്ങനെ ഒരു അംഗം
പറയുന്ന കാര്യങ്ങൾ കേട്ടാലാണ് പലപ്പോഴും നമുക്ക് വേറെ വശങ്ങൾ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നമ്മുടെ സംശയങ്ങളും നമ്മൾ പരിഹരിക്കുന്നതാണ്. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.